ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Hamictech ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന 2 അപ്ഡേറ്റുകളെ കുറിച്ചാണ്. നമുക്ക് വളരെ ഉപകാരപ്രദമാവുന്ന അപ്ഡേറ്റുകളാണിത്. അപ്പോൾ അപ്ഡേറ്റുകളെ പറ്റി നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിനു മുമ്പായി Hamictech ഗ്രാഫിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഗ്രൂപ്പ് ചാറ്റിൽ പുതിയ സുരക്ഷയുമായി വാട്സപ്പ്. അതായത് ഇതുവരെ നമ്മളെ ആർക്കും ഏത് ഗ്രൂപ്പിൽ വേണമെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ പുതിയ അപ്ഡേറ്റ് വന്നതോടെ നമ്മുടെ സമ്മതമില്ലാതെ നമ്മളെ ആർക്കും ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഗ്രൂപ്പുകളിൽ ചേർക്കുന്നതിന് മുമ്പ് ചേർക്കേണ്ടയാളുടെ സമ്മതം നിർബന്ധമാക്കുന്ന പരിഷ്കാരമാണ് ഇപ്പോൾ വാട്സപ്പിൽ വന്നിരിക്കുന്നത്. എന്നാൽ ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വാട്സപ്പിൻ്റെ ബീറ്റ വെർഷനിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ബീറ്റ വെർഷൻ ഉപയോഗിക്കുന്ന കൂട്ടുകാർ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. ഈ അപ്ഡേറ്റ് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം. അതിനായി സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സിൽ അക്കൗണ്ട് എന്നത് ക്ലിക്ക് ചെയ്യുക. അവിടെ പ്രൈവസി എന്നത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ താഴോട്ട് നോക്കാമെന്നുണ്ടെങ്കിൽ അഡീഷണലായിട്ട് ഗ്രൂപ്പ്സ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ 3 ഓപ്ഷനുകളാണ് ഇവിടെ ഉള്ളത്. എവരിവൺ, മൈ കോണ്ടാക്ട്, നോബഡി, ഈ 3 ഓപ്ഷനുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നോബഡി എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അനുമതിയോട് കൂടി മാത്രമേ നമ്മളെ ആർക്കെങ്കിലും ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ സാധിക്കൂ. മൈ കോണ്ടാക്ട്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർക്ക് നമ്മുടെ അനുമതി ഇല്ലാതെ തന്നെ ചേർക്കാൻ സാധിക്കുന്നതാണ് ഏതെങ്കിലും ഗ്രൂപ്പിലോട്ട്. എവരിവൺ എന്ന ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി തന്നെ തുടരുന്നതായിരിക്കും. അതായത് ആർക്ക് വേണമെങ്കിലും ഏത് ഗ്രൂപ്പിൽ വേണമെങ്കിലും നമ്മളെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗ്രൂപ്പിലേക്കുള്ള ക്ഷണം 3 ദിവസം നിലനിൽക്കും. മറുപടി നൽകിയില്ലെങ്കിൽ സ്വയം ഈ ഒരു റിക്വസ്റ്റ് ക്യാൻസൽ ആവുന്നതായിരിക്കും. അപ്പോൾ അനാവശ്യമായിട്ട് നമ്മളെ ആരെങ്കിലും ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് തടയാൻ ഇത് വളരെ ഉപകാരപ്രദമാവുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ്. ഈ അപ്ഡേറ്റ് ഇപ്പോൾ ബീറ്റ വെർഷനിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ബീറ്റ വെർഷനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ബീറ്റ വെർഷനിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. വാട്സപ്പിൽ വരുന്ന വ്യാജ വാർത്ത പരിശോധിക്കാൻ വാട്സപ്പ് ചെക്ക് പോയിന്റ്. വ്യാജ വാർത്തകളുടെ ഏറ്റവും വലിയ പങ്കുവയ്ക്കൽ പ്ലാറ്റ്ഫോമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വാട്സപ്പ്. അതിനെ നേരിടാൻ പുതിയ മാർഗമായിട്ടാണ് ഇപ്പോൾ വാട്സപ്പ് വന്നിരിക്കുന്നത്. ഒരു വാർത്തയെക്കുറിച്ചോ ഫോർവേഡ് മെസ്സേജിനെ കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ ചെക്ക് പോയിന്റ് ടിപ്പ് ലൈൻ നമ്പറിലേക്ക് അത് അയച്ചു കൊടുക്കാൻ സാധിക്കും. നമ്പർ ഇതാണ് 9643000888. നിങ്ങൾക്ക് സ്ക്രീനിൽ ഈ നമ്പർ ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. വാട്സപ്പിൽ കിട്ടുന്ന വിവരങ്ങൾ ശരിയാണോ എന്നറിയാൻ നമുക്ക് ഈ നമ്പറിലേക്ക് നമ്മുടെ സന്ദേശം ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. അവർ പരിശോധനകൾക്ക് ശേഷം ആ മെസ്സേജിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് നമ്മളെ അറിയിക്കുന്നതായിരിക്കും. വാട്സപ്പ് ഏർപ്പെടുത്തിയ ചെക്ക് പോയിന്റ് സംവിധാനമാണിത്. വാട്സപ്പും പ്രോട്ടോ എന്ന സ്റ്റാർട്ടപ്പും ചേർന്നാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക്, ബംഗാളി ഭാഷകളിലെ സന്ദേശങ്ങൾ ഇത്തരത്തിൽ പരിശോധിക്കപ്പെടുന്നതാണ്. ചിത്രങ്ങൾ, വീഡിയോ ലിങ്കുകൾ തുടങ്ങിയവയും ചെക്ക് പോയിന്റ് വിലയിരുത്തുന്നതാണ്. അപ്പോൾ വാട്സപ്പിൽ വരുന്ന വ്യാജ വാർത്തകളെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ നമുക്ക് ഈ ഒരു സംവിധാനം വളരെ ഉപകാരപ്രദമാവും. അപ്പോൾ എല്ലാവരും ഈ സംവിധാനം ഒന്ന് പ്രയോജനപ്പെടുത്തുക. Thank you. Please subscribe my channel.